ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈസ്റ്റർ ഇതാ അടുത്തു. ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള ഇന്നത്തെ വിഭവം എന്താ? ചിക്കൻ വിന്താലു. അപ്പോൾ ചിക്കൻ വിന്താലു നല്ല വിന്താലുവിൻ്റെ റെസിപ്പി ഇടാൻ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഒരുപാട് പരീക്ഷണങ്ങൾ പറയായിരുന്നു. വിന്താലു എന്ന് പറഞ്ഞാൽ അറിയാലോ, പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല വേറെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടും അവസാനം ഇന്നത്തെ റെസിപ്പിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ജാനും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് എന്താ പറയുക, ഒത്തൻറ്റിക് റെസിപ്പി ഒന്നുമല്ല, ഞാൻ ഇപ്പോഴേ തന്നെ പറയാം. എൻ്റെതായ രീതിയിൽ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചിക്കനിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ഇടാം. പലരും പൊട്ടറ്റോ ഇട്ട് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ അല്ലാതെ വേറെ ഏത് മീറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അത് റെസിപ്പിയിൽ ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഈസ്റ്റർ ഇൻ അഡ്വാൻസ്. ഒട്ടും താമസിക്കണം, നമുക്ക് എങ്ങനെയാണ് ചിക്കൻ വിന്താലു തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ചിക്കൻ വിന്ദലു അല്ലെങ്കിൽ ചിക്കൻ വിന്താലു ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഐറ്റംസ് വേണം. ആദ്യം തന്നെ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യാതെയും നമുക്കിത് ചെയ്യാം. പക്ഷേ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ആ പാത്രം ജസ്റ്റ് ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് അതിലൊക്കെ അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കാറില്ല സാധാരണ രീതിയിൽ. അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചെറുതായി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുരുമുളകാണ്. 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഹൈ ഫ്ലെയിമിലിട്ടിട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടോ നമ്മളിത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇട്ട വശം തന്നെ അതങ്ങ് കരിഞ്ഞു പോകും. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 4 ഗ്രാമ്പുവാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ഏലക്ക. ഏലക്കയുടെ കുരു മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ, തൊലി ഞാൻ മാറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മൊത്തത്തിലുള്ള മല്ലി, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറു തീയിലിട്ടതിന് ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല, ഒരു നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ നമുക്കിത് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാൻ ഞാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജീരകം, ക്യുമിൻ സീഡ്സ് 1 ടീസ്പൂൺ. ക്യുമിൻ സീഡ്സ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറുതീയിലിട്ടതിന് ശേഷം സമയമെടുത്തിട്ട് റോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ചിലവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് റോസ്റ്റിംഗ് പ്രോസസ്സ് ഇല്ലാതെ തന്നെ റോസ്റ്റ് ചെയ്യാണ്ട് തന്നെ അരച്ചെടുക്കും. അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഞാൻ പല രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ കുറച്ചും കൂടെ നന്നായി തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ തീരുമാനിക്കുക. റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളകാണ്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്രേവിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം നല്ലൊരു സ്മെല്ലൊക്കെ, നല്ല റോസ്റ്റ് ആയിട്ടുള്ള സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മതിയാക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. ഇനി ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് പിരിയൻ മുളകും നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ റോസ്റ്റ് ചെയ്തിരിക്കുന്ന കൂട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി ചൂടാറാൻ അനുവദിക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ള ഈ എണ്ണയിൽ നമ്മൾ ഒരു 10 കാശ്മീരി ചില്ലി, അതായത് പിരിയൻ മുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. പിരിയൻ മുളക് ഞാൻ പറഞ്ഞ പോലെ ഗ്രേവിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിരിയൻ മുളക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പിരിയൻ മുളക് മൊത്തത്തിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിരിയൻ മുളകിൻ്റെ പൊടി ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ എരിവിന് നമ്മൾ ഉപയോഗിക്കുന്നത് പിരിയൻ മുളക്, അതുപോലെ തന്നെ കുരുമുളക്, പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, പറയാം ഒരു ഓത്തൻറ്റിക് റെസിപ്പി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് മാറ്റങ്ങൾ ഞാനിതിൽ വരുത്തിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ ഞാനിതിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെസിപ്പി കാണുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പലപ്പോഴും ചിലപ്പോൾ അഭിപ്രായം വരാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് ഓരോ സാധനം ചെയ്യുമ്പോഴും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ തന്നെയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറി നന്നായി റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. പിരിയൻ മുളകൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ തണ്ടോട് കൂടി കണ്ടിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാന്ന് വെച്ചാൽ കുരുവൊക്കെ പുറത്തേക്ക് വന്നിട്ട് കുരുവൊക്കെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ അരയ്ക്കുന്നേക്കാളും മുൻപ് മാത്രം ഇതിൻ്റെ തണ്ട് എടുത്താൽ മതി. ആദ്യം തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ തണ്ടെന്ന് പറഞ്ഞാൽ ഈ ഞെട്ടി കേട്ടോ, ഇതിൻ്റെ ഈ ഞെട്ടി കളയാണ്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ ഇത് മതി. നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാനുള്ളതാണ്. ഞാനിതിൽ നിന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. ഇനി നമ്മളെന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കടുകാണ്. പിന്നെ വിനീഗറിലാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല, അതായത് റോസ്റ്റ് ചെയ്യാത്ത കടുകാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിട്ട് കൊടുക്കാം. ഇപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങളുടെ അടുത്ത് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഐറ്റംസ് എല്ലാം കൂടിയിട്ട് വിനീഗറിൽ സോക്ക് ചെയ്ത് വെക്കാം. അതായത് രാത്രിയൊക്കെ നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ അരച്ചെടുക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ അരച്ചെടുക്കാൻ പോവുകയാണ്, സോക്ക് ചെയ്ത് വെക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇത് പലരും പല രീതിയിൽ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചിലവർ ഇതിൽ നമ്മൾ ഈ ഐറ്റംസ് എല്ലാം കൂടിയിട്ട് വൈനിലാണ് സോക്ക് ചെയ്ത് വെക്കുക. പക്ഷേ ഞാനിവിടെ വൈറ്റ് വിനീഗറാണ് ഒഴിച്ചിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ. വിനീഗറിൻ്റെ അളവൊക്കെ മാറ്റങ്ങൾ വരും, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തപ്പോൾ 4 ടേബിൾ സ്പൂൺ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. 4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഒഴിച്ചിരിക്കുന്നത് മാത്രം അരച്ചിട്ട് വരാം. അതിനുശേഷം പിന്നെ വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് വീണ്ടും അരയ്ക്കണം. അപ്പോൾ ആദ്യം ഇത് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ഇത് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം അരയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് മുകളിലേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിലേക്ക് ഇതിൽ ഇടുന്ന സമയത്ത് അതിൻ്റെ ഞെട്ടി, അതായത് ഈ ഭാഗം മാറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം ഇടുക. അപ്പോൾ ഇതുകൊണ്ട് മാത്രം ചിലപ്പോൾ അരിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് അല്പം വെള്ളം ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ 10 മുളക് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ കിട്ടിയ മുളകിൻ്റെ അരിവനുസരിച്ച് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അഥവാ മുളക് കുറവ് തോന്നുകയാണെങ്കിൽ പിന്നീട് നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇത് മതി. അപ്പോൾ ഇത് അല്പം വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണം. അതിന് ശേഷം നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു അല്പം വെള്ളം ചേർത്ത് അരച്ചു, കാരണം വിനീഗറിൽ മാത്രമാണ് ഇത് അരയില്ല. പിന്നെ അത്രമാത്രം വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ കറിയിലേക്ക് ഒരുപാട് പുളി കൂടിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം എങ്ങനെയാണ് പുളിയുടെ അളവ്, അതിനനുസരിച്ച് വിനീഗറിലൊക്കെ മാറ്റം വരുത്തിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട്, ഇപ്പോൾ നാളെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത്, പക്ഷേ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 3 ടേബിൾ സ്പൂൺ ഇതിൽ നിന്ന് മസാല എടുത്തതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ചും കൂടെ ചിക്കനിലോട്ട് മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ നല്ല ടെൻഡർ ആവും. അതേപോലെ തന്നെ അതിലേക്ക് കുറച്ചും കൂടി എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ സാധാരണ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ സെയിം കടായി തന്നെ എടുത്തിരിക്കുന്നത്. ആ എണ്ണയൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, മുളക് വറുത്ത എണ്ണ തന്നെയാണ് ഇരിക്കുന്നത്. അതിലോട്ട് കുറച്ചും കൂടെ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞ പോലെ ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. കുറച്ച് ഓയിൽ വേണം കേട്ടോ ഈ കറിക്ക്, കാരണം എണ്ണ തെളിഞ്ഞ് നിൽക്കണം എന്ന് പറയാം. ഇതൊന്ന് ചൂടാവട്ടെ. ഞാൻ അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഒരു 3 സവാള വളരെ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 തക്കാളി, നല്ല പഴുത്ത ചെറിയ തക്കാളി 1.5 എണ്ണം നന്നായിട്ട് കുഞ്ഞാക്കി അരിഞ്ഞു വയ്ക്കുക. പിന്നെ 3 പച്ചമുളകും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഫ്രഷ് ചിക്കനാണ് വാങ്ങിച്ചത്. ഇത് ചെറുതാക്കി മുറിച്ച് വാങ്ങിച്ചു. അത് നന്നായിട്ട് കഴുകി, അതായത് വിനീഗർ ഉപ്പിട്ട് നന്നായി കഴുകി വെള്ളം വാരാൻ വെച്ചിരിക്കുന്ന ചിക്കനാണിത് കേട്ടോ. ഇപ്പോൾ ചെറിയ പീസസ് ആയിട്ട് മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതല്ലെങ്കിൽ മീഡിയം പീസ്. പക്ഷേ ഒരുപാട് വലിയ പീസസ് ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ ഒരുപാട് സമയം പിടിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ മുറിക്കുന്നതും അതുപോലെ തന്നെ ചിക്കൻ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിക്കാമെന്ന് കുട്ടികളോട് കുറച്ച് പേരോട് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് പറ്റിയില്ല, സോറി. ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നല്ല ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 ഇടത്തരം സവാള
ചേർത്ത് കൊടുക്കാം. ഒരു നല്ല സ്മൂത്ത് ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വലിയ പീസസ് ആയിട്ട് സവാള മുറിക്കുക, അതിനുശേഷം ഇത് വഴറ്റിയെടുക്കുക, അതിനുശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ സവാള അരയ്ക്കുന്നില്ല, നന്നായിട്ട് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ വഴറ്റുമ്പോൾ എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റണം, ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റാൻ പാടില്ല. സമയം എടുത്തിട്ട് വേണം സവാളയൊക്കെ വഴറ്റി ഗോൾഡൻ കളർ ആക്കാൻ കേട്ടോ. ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാൻ പോകണം, ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള പച്ചമുളക്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പിന്നെ ഇട്ട് കൊടുക്കാം. തൽക്കാലം 2 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞത്. അതും കൂടെ നമുക്കിതിലിട്ട് വഴറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഗോൾഡൻ കളർ ആവട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. നമ്മുടെ സവാളയുടെ നിറമൊക്കെ കുറച്ച് മാറി തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ വഴറ്റി കഴിഞ്ഞാൽ മതിയാക്കാം. സവാള വഴണ്ടതും മതി. നമുക്കിനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഈ എണ്ണയിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് പച്ച ചുവ മാറുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കാശ്മീരി മുളക് ആയതുകൊണ്ട് ഇച്ചിരി സമയം പിടിക്കും. നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള മുളകാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ചേർത്തിട്ടുള്ളത് ഫ്രൈ ചെയ്യാത്ത വെളുത്തുള്ളിയുടെയും അതേപോലെ തന്നെ ഇഞ്ചിയുടെയും കടുകിൻ്റെയും പച്ചച്ചോവ ഉണ്ടാവും, അതും നന്നായിട്ട് മാറണം. അപ്പോൾ ഇച്ചിരി സമയം എടുത്തിട്ട് തന്നെ ഇതങ്ങ് വഴറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു കറിക്കൊരു ഈ മുളകിൻ്റെയൊക്കെ ഒരു വല്ലാത്തൊരു പച്ചക്കുത്ത് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കറി പെട്ടെന്ന് റെഡിയാക്കാനുള്ള ധൃതിയിൽ നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം മുഴുവനും വെള്ളത്തിലാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ വഴറ്റുന്ന സമയത്ത് ഒരു നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ചിക്കൻ ഇടുന്നേക്കാൾ മുൻപായിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. അതായത് വിനീഗറിൻ്റെ അളവൊക്കെ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വിനീഗർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ എരിവ് വേണം, പുളി വേണം, അതുപോലെ തന്നെ ചെറിയൊരു സ്വീറ്റ്നെസ്സും വേണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ആ പച്ചച്ചോയൊക്കെ മാറിയിട്ടുണ്ട്. അതായത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കടുകിൻ്റെയൊക്കെ നമുക്കിനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല പഴുത്തിട്ടുള്ള അധികം പുളിയില്ലാത്ത 1.5 തക്കാളി. ഒരുപാട് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ചേർക്കണം നിർബന്ധവും ഇല്ല, പക്ഷേ ഗ്രേവി ഉണ്ടാവണമെങ്കിൽ നമുക്ക് തക്കാളിയൊക്കെ വേണം, എന്നാലാണ് ഗ്രേവിക്ക് ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് അങ്ങ് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുക. ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിതിൻ്റെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് ചിക്കൻ ഇടുന്നേക്കാളും മുൻപ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പോ പുളിയോ എന്തൊക്കെയാണ് കുറവാന്ന് നോക്കുക. ഞാനിതിലേക്ക് ഇനി അല്പം ഷുഗർ ആഡ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ഷുഗർ അല്ല എന്നുണ്ടെങ്കിൽ അല്പം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കരയാണെങ്കിലും അല്പം, അതുപോലെ തന്നെ ഷുഗർ ആണെങ്കിലും ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്വീറ്റ്നെസ് തീരെ താല്പര്യമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആവശ്യത്തിനും പുളിയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഷുഗർ അല്ല എന്നുണ്ടെങ്കിൽ ശർക്കര നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എരിവൊക്കെ അത്യാവശ്യമുണ്ട്. എനിക്കൊരു അല്പം പുളിയുടെ കുറവ് പോലെ തോന്നുന്നുണ്ട് നമുക്ക്. പക്ഷേ ചിക്കൻ കുക്കായതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ആ സമയത്ത് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ ആദ്യമേ തന്നെ വിനീഗർ ഒഴിച്ച് കൊടുത്ത് പിന്നെ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അത് നമുക്കപ്പോൾ ചെയ്യാം. ഇപ്പോൾ നമുക്കിനി ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വെള്ളം ഇല്ലാത്ത ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് വെള്ളം ഒഴിക്കാതെ ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. പിന്നെ ഈ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതങ്ങ് വീണ്ടും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ മസാലയൊക്കെ പരണ്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതിലിങ്ങനെ കിടക്കട്ടെ. അതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ചെറു തീയിൽ കിടന്ന് കുക്കാവുമ്പോഴാണ് കുറച്ചും കൂടെ, ശരിക്കും പറഞ്ഞാൽ സ്ലോ കുക്കിംഗ് എന്ന് പറയും. ചെറിയ തീയിൽ കിടന്ന് കുക്കാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരും. അതായത് ഇതിലോട്ടൊക്കെ നന്നായി മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. നോൺ സ്റ്റിക്കിലാണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല, എന്നാലും ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് കേട്ടോ. ഞാനൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയതാണ്, കണ്ടില്ലേ ചിക്കനിൽ നിന്നൊക്കെ എന്തോരം വെള്ളം വന്നു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വേണം കേട്ടോ നമുക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കും. ഞാനിപ്പോൾ തൽക്കാലം ഇപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ഒന്നും കൂടെ കുക്ക് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ചേർക്കുന്നുള്ളൂ. അതായത് ഒരു 3/4 ഭാഗം കുക്കായതിന് ശേഷം മാത്രം തിളപ്പിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുള്ളൂ. തൽക്കാലം വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 3/4 ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വേണം വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാൻ.
അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഒരിക്കലും ഈ സ്റ്റേജിലൊന്നും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, കാരണം നമ്മൾ ചെയ്ത് മുഴുവൻ പിന്നെ അത്രയും സമയം വീണ്ടും വേണം വെള്ളത്തിൻ്റെ ചുവയൊക്കെ മാറിക്കിട്ടാൻ. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ബ്രെഡിൻ്റെയും കൂടെയൊക്കെ ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. ചോറെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ്മതി റൈസോ അല്ലെങ്കിൽ ശരിക്കും വൈറ്റ് റൈസാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. പിന്നെ മാത്രമല്ല ചിക്കൻ എത്രമാത്രം കുക്കായിട്ടുണ്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ഒരു പീസ് എടുക്കുക, ഒരു പീസ് എടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് മുറിച്ച് നോക്കുക. കുക്കായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അതിനനുസരിച്ച് നമുക്ക് കുക്കിംഗ് ടൈം ഡിസൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു 18 മുതൽ 20 മിനിറ്റൊക്കെ, മാത്രമല്ല ചിക്കൻ അനുസരിച്ചും ഇതിൻ്റെ കുക്കിംഗ് ടൈം വ്യത്യാസപ്പെടും. കാരണം നാട്ടിലൊക്കെ കിട്ടുന്ന ചിക്കൻ ആണെങ്കിൽ കുറേ സമയം പിടിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിതിൽ മാറ്റം വരുത്തണം. ഗ്രേവി വയ്ക്കുമ്പോൾ കൂടുതൽ കുറച്ചും കൂടെ തിക്നെസ് കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കുക. അപ്പോൾ ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിലേക്ക് ഉപ്പിൻ്റെ ഇത്തിരി കുറവുണ്ട്. ബാക്കി എല്ലാം പെർഫെക്റ്റാണ്. അതായത് അത്യാവശ്യം എരിവുണ്ട്, ആവശ്യത്തിന് പുളിയുണ്ട്, ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അതായത് നമ്മൾ 1/2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാരയ്ക്ക് പോലെ ശർക്കര ഇട്ട് കൊടുക്കാം. പിന്നെ വിനീഗർ ഇപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് കറക്റ്റാണ്, കാരണം നമ്മൾ തക്കാളിയും കൂടി ഇട്ടപ്പോൾ കറക്റ്റ് ടേസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ സമയത്ത് നോക്കിയിട്ട് വിനീഗർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി നിങ്ങൾക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കംപ്ലീറ്റ്ലി പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഇതൊരു മീഡിയം ഒരു പുളിയാണുള്ളത്. ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പ് കുറച്ച് കുറവാണ് ഇതിൽ. ബാക്കി എല്ലാ ഫ്ലേവറും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് ഗരം മസാലയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ അത് കാരണം ആ ഒരു കുത്തൊന്നുമില്ല. ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് നമ്മുടെ ചിക്കൻ വിന്തലൂന്. അതേപോലെ തന്നെ ചിക്കൻ്റെ പീസസൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്, അതേസമയം ഉടഞ്ഞിട്ടുമില്ല. പിന്നെ നിങ്ങൾക്കിപ്പോൾ ചിക്കന് പകരമായിട്ട് ബീഫ്, പോർക്ക്, മട്ടൻ എന്നിവ കൊണ്ടാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ കടായിലിട്ട് കുക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ മസാലയൊക്കെ റെഡി ആയതിന് ശേഷം അതിലേക്ക് ആ മീറ്റ് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൊടുക്കുക. അതിന് ശേഷം കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം കുക്കറിൽ അടച്ച് വെച്ചിട്ട് കുക്കിംഗ് ചെയ്യുക. മട്ടൻ ബിന്ദാലും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ബീഫും പോർക്കും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എത്ര സമയം കുക്കിംഗ് എന്ന് എനിക്കറിയില്ല, പക്ഷേ കുക്കറിൽ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളതങ്ങ് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ അതിലത്തെ മീറ്റിലത്തെ വെള്ളം തന്നെ വന്നോളും. എന്നാലും സംശയം വേണ്ട, ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. ഞാനൊരിക്കലും ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ചിക്കൻ വെച്ചിട്ട് ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ഈ ഒരു ഗ്രേവിയാണ് ഇവിടെ എല്ലാവർക്കും താല്പര്യം. ഓവറായിട്ടുള്ള ഗ്രേവി ഇവിടെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെ തിക്കാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്കിപ്പോൾ ഇതിന് ഗാർണിഷിങ്ങിനായിട്ട് മല്ലിയില തൂക്കി കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ മല്ലിയിലൊന്നും തൂകുന്നില്ല. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ വിന്താലും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ മുഴുവനാണ് ക്യാമറയിൽ അങ്ങോട്ട് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല. അതാണ് ഒരു സങ്കടം തോന്നുന്നത്. എന്ത് അടിപൊളി കളർ എന്ന് വെച്ചാൽ അടിപൊളി കളറാണ് ഇതിൻ്റെ. നമ്മൾ കാശ്മീരി ചില്ലി ഉപയോഗിച്ചിരിക്കുന്ന കാരണം നല്ല റെഡിഷ് കളറാണ് നമ്മുടെ ഗ്രേവിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Getting into the aircraft? Yeah. Are you excited? I won't be able to back and guide. This is made into guides. Huh? Airport. This is different. Dime, ¿qué te parece? കഴിച്ചില്ല. നല്ല ഭക്ഷണമായിരുന്നു. റൈസായിരുന്നു, കുഴപ്പമില്ല. അവൻ തുറന്നിട്ടില്ല. Good movie.